നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവം അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതാണ്. ഇന്ന് രാവിലെ നമ്മൾ പലരും കേട്ടെഴുന്നേറ്റത് ഈ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. നടുക്കുന്ന ദൃശ്യങ്ങളടക്കം, അതായത് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് മുന്നിൽ സ്റ്റൂൾ എടുത്ത് അടിക്കാൻ നിൽക്കുന്ന കാഴ്ച, ഭീതികരമായുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിന്ന് ഉറക്കം എഴുന്നേറ്റത് തന്നെ. നമ്മൾ പലരും അക്ഷരാർത്ഥത്തിൽ ആ പെൺകുട്ടി ആ 4 ചുവരുകൾക്കുള്ളിൽ എന്തൊക്കെ നേരിട്ടു, നമ്മൾ നേരിട്ട ആ ഒരു ദൃശ്യങ്ങളടക്കം, ഭയാനക ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. അതിനിടയിലാണ് എന്തൊക്കെ ക്രൂരതകളാണ് നേരിട്ടതെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നത്. ഇത്രയും ക്രൂരതകളെ നേരിട്ടെങ്കിലും എന്തുകൊണ്ട് ഇട്ടിട്ട് പോയില്ല, അല്ലെങ്കിൽ ഇത്രയും ക്രൂരതകൾ നേരിടുന്നു, ഭർത്താവ് ഇത്രയും ക്രൂരനാണ്, ഉപദ്രവിക്കുന്നു, അപ്പോൾ എന്തുകൊണ്ട് കളഞ്ഞിട്ട് പോയില്ല, അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ല എന്ന ചോദ്യമൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ കമൻറ്റ് ബോക്സുകളിലടക്കം ശക്തമാവുകയാണ്. പലരും ചോദിക്കുകയാണ്, ഇത്രയും ഉപദ്രവം സഹിച്ച് നിന്നത് എന്തിനായിരുന്നു, കളഞ്ഞിട്ട് പൊക്കൂടായിരുന്നു, ഇത്രയും ഉപദ്രവമായിരുന്ന സാഹചര്യത്തിൽ അത് ഉപേക്ഷിക്കേണ്ടതായിരുന്നില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് കമൻറ്റ് ബോക്സുകളിൽ ഉയരുന്നത്. പക്ഷേ ഈ ഒരു കേസിലും ഒരു പ്രതീക്ഷ, അതായത് അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാം എന്നെങ്കിലും ശരിയാകുമെന്ന പ്രതീക്ഷ. നമ്മൾ വിഭജികയുടെ കാര്യം എടുത്താലും വിഭജിക നേരിട്ടതും ഇത്തരത്തിലുള്ള ക്രൂരതകൾ തന്നെയാണ്. പക്ഷേ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, എല്ലാം ശരിയാകും, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഇങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു വിഭജികയ്ക്കും ഉണ്ടായിരുന്നത്. അതുല്യയ്ക്കും അതേ പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സ്വന്തം ജീവിതം തന്നെ നശിക്കപ്പെടുന്ന രീതിയിൽ, സ്വയം തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ അവരെ നയിച്ചു. പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് തന്നെയാണ് രണ്ട് സംഭവങ്ങളും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ സതീഷിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായി അതുല്യ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു സുഹൃത്തിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇവിടെ വരുന്നുണ്ട്. ഒരു സുഹൃത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് കൂടി ഈ അതുല്യയുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് സുഹൃത്തായ ഒരു വ്യക്തി വിളിച്ചിട്ട് അയാൾ ഇനി തെറ്റൊന്നും ചെയ്യത്തില്ല, ഒരു അവസരം കൂടി സതീഷിന് കൊടുത്തുകൂടെ എന്ന് അതുല്യയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു പ്രശ്നം വന്നപ്പോൾ അതുല്യ ഇയാൾ ഇട്ടിട്ട് പോകാം എന്നൊരു തീരുമാനത്തിലെത്തിയപ്പോഴായിരുന്നു സുഹൃത്തായ ഒരു വ്യക്തി വിളിച്ചിട്ട് ഇനി അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഒരു അവസരം കൂടി അവന് കൊടുക്കൂ എന്ന ഒരു അഭ്യർത്ഥന സതീഷിന് വേണ്ടി ഈ അതുല്യയോട് നടത്തിയത്. സുഹൃത്തിനെ അയച്ച ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് അയാളുടെ കൂടെ നിൽക്കുന്നത് എന്നാണ് അതുല്യ പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോകാം, അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാം എന്നൊരു തീരുമാനം അതുല്യയ്ക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും പലരും നിർബന്ധിച്ചു, അയാളുടെ കൂടെ നിൽക്കൂ, എല്ലാം ശരിയാകും, മാറ്റം വരും, ഇന്ന് ശരിയായിരിക്കും നാളെ ശരിയാകും എന്നൊരു പ്രതീക്ഷ എല്ലാവരും അതുല്യയ്ക്ക് കുത്തി നിറയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ചിട്ട് സതീഷിൻ്റെ കൂടെ, ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്നു, ഇത്രയും ഉപദ്രവം നേരിടുന്നു, അപ്പോൾ എല്ലാം സതീഷിൻ്റെ കൂടെ നിൽക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അതുല്യ എത്തിയത് പലരുടെ നിർബന്ധം കാരണമെന്നാണ് നമുക്ക് ആ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളുടെ മനം മാറുമായിരിക്കും, അയാളുടെ ഈ ക്രൂര സ്വഭാവം മാറുമായിരിക്കും, അത് ഒരു ദിവസം മാറുന്ന ദിവസമുണ്ടാകും. അങ്ങനെ ഒരു പ്രതീക്ഷ അതുല്യയിലേക്ക് ചുറ്റുമുള്ളവർ കുത്തി നിറയ്ക്കുകയായിരുന്നു. മാത്രമല്ല, സതീഷിനും പലപ്പോഴും അതുല്യയോട് ആവശ്യപ്പെട്ടു, എനിക്ക് അവസാനമായിട്ടൊരു അവസരം കൂടി നീ തരണം, എനിക്കിപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഞാൻ ഇവിടെ കിടന്ന് ചാകത്തേയുള്ളൂ എന്നതടക്കമുള്ള ഒരു അഭ്യർത്ഥന, ഒരു അപേക്ഷ ഈ അതുല്യയോട് സതീഷ് അഭ്യർത്ഥിച്ചിരുന്നു. ആ രീതിയിലാണ് സതീഷ് അതുല്യയെ പലപ്പോഴും പിടിച്ചു നിർത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുല്യയുടെ ശബ്ദ സന്ദേശത്തിൽ തന്നെ അതുല്യ പറയുന്നുണ്ട്, ഞാനിവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നോട് പറയുന്നു. ഞാൻ എതിർത്തായിരുന്നു സംസാരിച്ചത്, എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ അച്ഛനും അപ്പച്ചിയും കൊച്ചച്ഛനും അവരെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അവൻ എവിടെ കിടന്ന് ചത്തു കഴിഞ്ഞാൽ അത് നിന്റെ തലയും കൊണ്ട് പോകും. സതീഷിൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് അയാൾ ഇനി തെറ്റൊന്നും ചെയ്യത്തില്ല, ഒരു അവസരം കൂടി കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു. എല്ലാവരുടെ അടുത്തും ഇയാൾ വിളിച്ച് കാല് പിടിച്ച് സംസാരിക്കുന്നു. അപ്പച്ചിയും കൊച്ചച്ഛനും എല്ലാവരും, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, മാറ്റമില്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അമ്മ മാത്രമാണ് എതിര് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ പെൺകുട്ടി ശ്രമിച്ചു. പക്ഷേ പലരും ചുറ്റും നിന്നിട്ട് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ശരിയാകും, നിൽക്കൂ, സഹിക്കൂ, നോക്കൂ, ഇനിയും
ഇനിയും ശ്രമിച്ചു നോക്കൂ, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് അയാൾക്കൊരു മാറ്റം ഉണ്ടാകുന്നത് വരെ കാത്തു നിൽക്കൂ, ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശമാണ് ചുറ്റുമുള്ളവർ നൽകി. നമുക്കറിയാം ഈ ഒരു സംഭവം വന്നപ്പോൾ തന്നെ കമൻറ്റ് ബോക്സുകളിൽ പലരും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വീട്ടുകാർ ഇടപെട്ട് ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചില്ല, എന്തുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഒരു ശ്രമം ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ പോലും ചുറ്റുമുള്ളവരും പിടിച്ചു നിർത്തുകയായിരുന്നു. പലരും നിർബന്ധിച്ച് ആ വ്യക്തിയോടൊപ്പം, സതീഷിൻ്റെ കൂടെ ഇത്രയും ക്രൂരതകൾ നേരിട്ടിട്ടും അയാൾക്കൊപ്പം പ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഭജികയുടെ സംഭവത്തിലും ഏതാണ്ട് സമാനമായ സംഭവങ്ങൾ തന്നെയാണ്. അതായത് ഈ നിതീഷ് എന്ന് പറയുന്ന വിഭജികയുടെ ഭർത്താവ് ക്രൂരമായി പെരുമാറുന്നു, അതുപോലെ ഭർത്തൃ സഹോദരി, ഭർത്തൃ പിതാവ് അടക്കമുള്ളവർ വളരെ ക്രൂരമായിട്ടും വളരെ മോശമായിട്ടും പെരുമാറുന്നു. വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ വീട്ടിൽ സൂചിപ്പിക്കുമ്പോഴും എല്ലാവരും ഒരു പ്രതീക്ഷ, അതായത് ഇന്നല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ശരിയാകും, എല്ലാം ശരിയാകും, എല്ലാം പഴയതുപോലെ ആകും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ സമാധാനം ഉണ്ടാകും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ വിഭജികയ്ക്കും ഉണ്ടായിരുന്നു. അത് വിഭജികയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് വിഭജികയ്ക്ക് മുന്നിലേക്ക് വന്നത് ഈ നിതീഷ് അയച്ച വക്കീൽ നോട്ടീസാണ്. അതായത് ഡിവോഴ്സ് ചെയ്യാമെന്ന ഒരു നോട്ടീസാണ്. ഇതായിരുന്നു വിഭജികയെ തകർത്തതും ആത്മഹത്യയിലേക്ക് നയിച്ചതും. എന്തായാലും ഈ രണ്ട് സംഭവങ്ങളും, ഷാർജയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഭജികയുടെ മരണവും അതുല്യയുടെ മരണവും നമുക്ക് വലിയൊരു നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് വിവാഹം കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പെൺകുട്ടികൾ ആ വീട്ടിനുള്ളിൽ എന്തൊക്കെയാണ് നേരിടുന്നത്, സ്വന്തം ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും അവർ എന്തൊക്കെ ഭയാനകതയും പൈശാചികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ നേരിടേണ്ടി വരുന്ന ആ ഒരു ദുരവസ്ഥ, ആ ഒരു സാഹചര്യം, ഭീകരമായിട്ടുള്ള സാഹചര്യം പലർക്കും ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ വിവാഹം എന്നത് ഒരു പേടി സ്വപ്നമായിട്ട് പല പെൺകുട്ടികൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ എന്താണ് കാത്തിരിക്കുന്നത്, തൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും എന്താണ് കാത്തിരിക്കുന്നത്, ഭയാനകമായുള്ള അവസ്ഥകളാണോ, അതോ ഒരു ക്രൂരൻ്റെ അടുത്തേക്കാണോ തങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്, ഒരു ക്രൂരനൊപ്പമാണോ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ പെൺകുട്ടികൾക്ക് സമ്മാനിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അടിക്കടി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ തക്കതായുള്ള നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. ആത്മഹത്യയാണെങ്കിൽ പോലും ആരാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്, അതൊരു ചോദ്യം തന്നെയാണ്. അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട കേസുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ അതുല്യയുടെ ശബ്ദരേഖയൊക്കെ ഏറ്റവും നിർണായകമായി ഈ കേസിൽ മാറിയിരിക്കുകയാണ്. സുഹൃത്തിനയച്ച ശബ്ദരേഖ, മെസ്സേജുകൾ, ആ ഒരു വാട്സപ്പ് മെസ്സേജിലൊക്കെ എനിക്ക് വയ്യായടി, എനിക്കിത് സഹിക്കാൻ വയ്യ, 24 മണിക്കൂറിനും ഈ മുറിക്കകത്ത് എന്നതടക്കമുള്ള വളരെ വേദനയോടെ ആ പെൺകുട്ടി ആ ഒരു ക്രൂര സംഭവങ്ങൾ തൻ്റെ സുഹൃത്തിനോട് പങ്കുവെച്ച വാട്സപ്പ് മെസ്സേജുകൾ അടക്കം പുറത്തു വന്നത് വളരെ നടുക്കമായി മാറിയിരിക്കുകയാണ്. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ്, തനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് വൈകാരികമായി സംസാരിച്ച് സതീഷ് അതുല്യയെ പിടിച്ചു നിർത്തുകയായിരുന്നു. അയാൾ കള്ളുകൂടി നിർത്താൻ പോകുന്നില്ല, നിർത്തുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് സമയം ചെലവഴിക്കുകയോ കളിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അയാൾക്ക് അതൊന്നും അറിയില്ല. കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കാനോ ലാളിക്കാനോ അവരുടെ മനസ്സിൽ കയറി പറ്റാനോ അറിയില്ല. കുഞ്ഞിൻ്റെ മുന്നിലിരുന്ന് അയാൾ കള്ളു കുടിക്കും. അവൾക്ക് ഇഷ്ടമല്ലാത്തതും അതുകൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ ശബ്ദ സന്ദേശത്തിൽ അതുല്യ പറയുന്നുണ്ട്. എന്തായാലും ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ചവറ സ്വദേശി അതുല്യ ഭർത്താവിൽ നിന്നും ക്രൂരപീഡനമാണ് നേരിട്ടിരിക്കുന്നത്. ഭർത്താവ് സതീഷ് ശങ്കർ മദ്യപിച്ച് ഉപദ്രവിക്കുന്നതിൻ്റെ വീഡിയോ, മർദ്ദനമേറ്റ അതുല്യയുടെ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ സതീഷിൻ്റെ പ്രതികരണം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. താൻ ആരെയും കൊന്നിട്ടില്ല, ഈ അതുല്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും സതീഷ് സംസാരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.